ഹബീബീസ് വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് PC ബിൽഡാണ്. ഒന്നെന്ന് പറയുന്നത് 15,000 രൂപയ്ക്ക് ഇപ്പോഴത്തെ ടൈമിൽ പണിഞ്ഞെടുക്കാൻ പറ്റിയൊരു PC ആണ്. 15,000 രൂപയ്ക്കും 25,000 രൂപയ്ക്ക്. അപ്പോൾ എന്തായാലും രണ്ടും നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ 15,000 ഞാൻ ബിൽഡ് ചെയ്യാൻ പറയത്തില്ല, 25,000 ബിൽഡ് ചെയ്യുന്നതായിരിക്കും മിനിമം നല്ലത്. കാര്യം അത് ഫ്യൂച്ചർ പ്രൂഫാണ്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് 15,000 രൂപയ്ക്കുള്ള ബിൽഡ് എങ്ങനെയാണ് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു PC ബിൽഡിന് ഉപയോഗിക്കുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് നമ്മളുടെ 3rd ജനറേഷൻ i7 പ്രൊസസ്സറാണ്. ഇത് 4 കോർ 8 ത്രെഡ് ആണ്. അപ്പോൾ i5 2nd ജനറേഷൻ അല്ലെങ്കിൽ 3rd ജനറേഷൻ ഉപയോഗിക്കുന്നേക്കാളും കുറച്ചുകൂടെ ഒക്കെ ഭേദം i7 3rd ജനറേഷൻ ആയിരിക്കും. കാര്യം അതിൻ്റെ പ്രൈസൊക്കെ ഇപ്പോൾ കുറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ കയറുകയാണെങ്കിൽ i7 ചിലപ്പോൾ ഒരു 3400 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഇതിന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് H61 മദർ ബോർഡാണ്. അപ്പോൾ H61 മദർ ബോർഡിൽ നമുക്ക് 2 RAM സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ HDMI പോർട്ട്, VGA പോർട്ട്, പിന്നെ M.NVMe സ്ലോട്ട് അങ്ങനെയൊന്നുമില്ല. വൈഫൈ ഒന്നുമില്ല. വൈഫൈക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് PCI സ്ലോട്ടിൽ വൈഫൈ കാർഡ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വൈഫൈ കാർഡ് വേണമെങ്കിൽ കണക്ട് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ H61 മദർ ബോർഡ് തട്ടിമുട്ടിയൊക്കെ ഓടിക്കോളും. കുറച്ച് നാളത്തേക്കൊക്കെ ഇത് മതിയാവും. ഒരു 1.5 വർഷത്തേക്കൊക്കെ ഇത് ഓടിക്കോളും. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓടിക്കോളും. അപ്പോൾ അടുത്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന റാം എന്ന് പറയുന്നത് 8GB 1600 MHz റാമാണ്. അപ്പോൾ സിംഗിൾ സ്റ്റിക്ക് 8GB ആണ് ഉപയോഗിക്കുന്നത്. കാര്യം നമുക്ക് 2 RAM സ്ലോട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു 8 കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ മൊത്തത്തിൽ 16GB ആവും. വളപ്പിക്കാം അല്ല കിലോസ്കി ആയിട്ട് ഒരു 16GB ഇട്ടുന്നതായിരിക്കും. അപ്പം എഡിറ്റിംഗ് അടിപൊളിയായിട്ട് ഓടിക്കോളും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് വെക്കോളും. അപ്പോൾ 8GB ഈ ഒരു റാം സ്റ്റിക്കാണ്. അത് സ്റ്റോറേജിന് സാധാ SSD ആണ്. മിനിമം ഇത്രയും സ്റ്റോറേജ് ഇല്ലെങ്കിൽ ഗെയിം ഒന്നും ഇടാൻ പറ്റൂല, ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ 500GB സാധാ SSD ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്രൂഷ്യല്ല, നിങ്ങൾക്ക് സാധാ SSDനകത്ത് ആഡ് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് ക്യാബിനറ്റ് വിത്ത് പവർ സപ്ലൈ ആണ്. അപ്പോൾ ക്യാബിനറ്റ് വിത്ത് പവർ സപ്ലൈ ആണെങ്കിൽ മാത്രമേ 15,000 രൂപയ്ക്കൊക്കെ അടിച്ചു ഒതുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, യാതൊന്നും തന്നെ നടക്കൂല. അപ്പോൾ ക്യാബിനറ്റ് വിത്ത് പവർ സപ്ലൈ ഒരു 2,000 രൂപയ്ക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തട്ടിമുട്ടിയൊക്കെ ഓടിക്കും. നമ്മൾ ഇതിനകത്ത് ഗെയിമിംഗ് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രധാന ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാഫിക്സ് കാർഡാണ്. മറ്റൊന്നല്ല, NVIDIA GT 730 2GB DDR5 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ ഈ DDR5 തന്നെ എന്തായാലും എടുക്കണം. DDR3 എടുത്തു കഴിഞ്ഞാൽ നല്ല ലാപ്പതിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ DDR5 എടുക്കുന്നതാണ് ഭേദം. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്സ് കാർഡ് GT 1030 എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ല കിടിലം ഗ്രാഫിക്സ് കാർഡാണ്. നിങ്ങൾക്ക് GTA 5 കളിക്കാം, ഫോർസ ഹൊറൈസൺ തട്ടിമുട്ടിയൊക്കെ കളിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ഒരു 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. 1080p എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ PCക്കകത്ത് നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ ഓടി പൊക്കോളും. പിന്നെ ഇതിനകത്ത് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി പറയുകയാണെങ്കിൽ i7 വെച്ചോണ്ട് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഉണ്ട്. അതായത് നമുക്ക് 8GB ആഡ് ചെയ്യണമെങ്കിൽ 16 കിട്ടും. പിന്നെ പവർ സപ്ലൈ 450 വാട്ടിൻ്റെ പവർ സപ്ലൈ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് NVIDIA GTX 1050 Ti ഗ്രാഫിക്സ് കാർഡിനകത്ത് വയ്ക്കാം. ബോട്ടിൽ നെക്കൊന്നും ഇല്ലാതെ വലിയ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഗെയിമിംഗ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഓടിപ്പൊക്കോളും. നല്ല അടിപൊളിയായിട്ട് ഈ ഒരു PC അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധമാണ് ഇത്രയും. ഇതിനപ്പുറത്തേക്ക് ഇതിനെ കൊണ്ട് ഒക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇന്നത്തെ കാലത്ത് ഇത് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത്. GTX 1650 ഇടാം, പക്ഷേ 1650 ചെറിയ ബോട്ടിലൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാൽ ഇത് അത്യാവശ്യം ഓടി തട്ടിമുട്ടിയൊക്കെ പൊക്കോളും ഈ ഒരു ബിൽഡ്. അടുത്ത രണ്ടാമത്തെ ബിൽഡ് എന്ന് പറയുന്നത് 25,000 രൂപയ്ക്കുള്ള ബിൽഡാണ്. ഇത് അത്യാവശ്യം വർത്ത് ആയിട്ടുള്ള ബിൽഡാണ്. ഈ ബിൽഡ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. വേറെ ബിൽഡ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. 15,000 രൂപയ്ക്ക് അത് വേണ്ട. ഇതാണ് കുറച്ചുകൂടെ ഭേദം. നിങ്ങൾ ബഡ്ജറ്റ് 15,000 ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിലോട്ട് പോവുക. 25,000 രൂപയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു APU ബിൽഡാണ്. അപ്പോൾ ഈ ഒരു APU ബിൽഡ് നിങ്ങൾക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് AMD Ryzen 5 4600G പ്രൊസസ്സറാണ്. ഇതൊരു 6 കോർ 12 ത്രെഡ് പ്രൊസസ്സറാണ്. കുറച്ച് പേര് പറയുന്നൊരു കാര്യമുണ്ട്, APUവിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് വയ്ക്കും. ഇതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നതേ? APUവിനകത്ത് ഗ്രാഫിക്സ് കാർഡ് വയ്ക്കാം. എത്രയോ APU ബിൽഡ് ഉണ്ട്. ആദ്യം തൽക്കാലത്തേക്ക് നിങ്ങൾ ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് മേടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് APU ഗ്രാഫിക്സ് കാർഡ് വെച്ചിട്ട് ഗെയിം ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാം. ഗ്രാഫിക്സ് കാർഡ് വെച്ച് പ്രൊസസ്സർ ഇറങ്ങി ഓടയൊന്നുമില്ല, അത് സപ്പോർട്ട് ചെയ്യത്തോ അങ്ങനെയൊന്നും ഇല്ലാതെ ചുമ്മാ പറയുന്നതാണ്. അതുകൊണ്ട് APUവിൽ നിങ്ങൾക്ക് ഗ്രാഫിക്സ് കാർഡൊക്കെ വെക്കാം. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. ഇനി APU എടുക്കുന്നവർ ഇപ്പോൾ ഫസ്റ്റ് ഗ്രാഫിക്സ് കാർഡ് എടുക്കേണ്ട ആവശ്യമില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഫ്യൂച്ചർ അപ്ഗ്രേഡ് ഉള്ളവർക്ക് മാത്രമാണ് APU ബിൽഡ്. അടുത്തതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ് എന്ന് പറയുന്ന ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ MSIയുടെ B450 Pro VDH മദർ ബോർഡാണ്. 4 RAM സ്ലോട്ട് വരുന്നുണ്ട്, M.2 സ്ലോട്ട് വരുന്നുണ്ട്, HDMI VGA സപ്പോർട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഉള്ള ഒരു മദർ ബോർഡാണ്. 4 RAM സ്ലോട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 32 വരെയൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് സുഖമായിട്ട് പോകാം. 8 പോകാം. അപ്പോൾ അടുത്ത റാം എന്ന് പറയുന്നത് 8GB DDR4 3200 MHz റാമാണ്. സിംഗിൾ സ്റ്റിക്ക് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബഡ്ജറ്റ് കുറച്ചൊന്ന് റേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ 2 8GB ഇടാം. 16GB ആഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഭേദം APU ആയതുകൊണ്ട് തന്നെ. കാര്യം അതിൻ്റെതായ ഒരു പെർഫോമൻസ് ഡുവൽ ചാനൽ റൺ ചെയ്യുമ്പോഴത്തേക്കും ഇരട്ടി പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും ഗെയിമിങ്ങിൽ. അതുപോലെ തന്നെ ബാക്കി പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം 8x2 16 ഇടുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ 25,000 ടൈറ്റ് നിർത്തണമെന്നുണ്ടെങ്കിൽ 8GB ഒതുക്കിയേ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അടുത്തത് ഇതിനകത്ത് സ്റ്റോറേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ
പിന്നെ 500 GB സാധാ SSD ആണ്. M.2 വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാന്നേ ഉള്ളൂ. കാര്യം ആ സ്ലോട്ട് ഇതിനകത്തുണ്ട്. തൽക്കാലത്തേക്ക് 500 GB സാധാ SSD ആണ്. പിന്നെ പവർ സപ്ലൈ എന്ന് പറയുന്നത് 450 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ എടുത്തേ പറ്റുള്ളൂ. കാര്യം ഫ്യൂച്ചർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പവർ സപ്ലൈ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ക്യാബിനറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഒരു 2000-2500 താഴെയുള്ള ക്യാബിനറ്റ് എടുക്കുക. അതാകുമ്പോൾ ഈ ഒരു ബഡ്ജറ്റ് തന്നെ നിങ്ങൾക്ക് എല്ലാം അടിച്ചൊതുക്കാൻ പറ്റും. അപ്പോൾ 450 വാട്ടിൻ്റെ പവർ സപ്ലൈ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ബാക്കി ഫ്യൂച്ചറിൽ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RX 6400 വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ NVIDIA GTX 1650 വെക്കാം, അല്ലെങ്കിൽ 1660 സൂപ്പർ വെക്കാം. വേണ്ടി വന്നാൽ ടൈറ്റ് ആയിട്ട് RTX 2060 വരെ അതിനകത്ത് വെക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നല്ല ഹെവി പെർഫോമൻസ് കിട്ടും. 1660 സൂപ്പർ വെച്ചാൽ മതി. ഒരു 1080p ഗെയിമിംഗ്, സ്ട്രീമിംഗ്, അതുപോലെ എഡിറ്റിംഗ് ഒക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള കിഡിലോസ്കി ആയിട്ട് ഓടിക്കോളും. വേറെ ഒരു വിഷയമില്ല. ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് AP ബിൽഡ് ചെയ്താലും ഗ്രാഫിക്സ് കാർഡൊക്കെ ആഡ് ചെയ്യാം. വലിയ ഇഷ്യൂ ഒന്നും ഇല്ലടേ, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഒരു 2 PC ബിൽഡ്. അപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ കാണാം. അതുവരത്തേക്കും